മോഹൻലാലിൻ്റെ വീട്ടിൽ ഇപ്പോൾ മമ്മൂട്ടി കൂടി എത്തിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അമ്മയുടെ നിര്യാണം ആ വാർത്ത അറിഞ്ഞ ശേഷമാണ് ഇപ്പോൾ മമ്മൂട്ടി എളമക്കരയിലെ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മമ്മൂട്ടിയൊപ്പം മറ്റ് സിനിമാ പ്രവർത്തകരും മമ്മൂട്ടിക്കൊപ്പമുണ്ട്. ഹൈബിയുടെ അടക്കമുള്ള ജനപ്രതിനിധികളും നമുക്കവിടെ കാണാൻ കഴിയുന്നു. തൻ്റെ പ്രിയ സുഹൃത്ത് ആത്മമിത്രം മോഹൻലാലിൻ്റെ അമ്മ മരിച്ചു. ആ വാർത്ത അറിഞ്ഞാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിൽ മമ്മൂട്ടി എത്തിയിരിക്കുന്നത്. ആദരാഞ്ജലികൾ അർപ്പിക്കാനോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരാനുമായിട്ടാണ് ഇപ്പോൾ മമ്മൂട്ടി അവിടെ എത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയായിരുന്നു ഈ അമ്മയുടെ അന്ത്യം സംഭവിച്ചത്. ശാന്തകുമാരി 90 വയസ്സായിരുന്നു. എളമക്കരയിലെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. ഏറെ നാളായി പക്ഷാഘാതത്തിന് ശേഷം ചികിത്സയിലും വിശ്രമ ജീവിതത്തിലുമൊക്കെ ആയിരുന്നു ശാന്തകുമാരി. അന്ത്യം സംഭവിച്ചത് ഇന്ന് ഉച്ചയോടെയാണ്. മോഹൻലാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അന്ത്യം സംഭവിക്കുമ്പോഴും മോഹൻലാൽ വീട്ടിലുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, മമ്മൂട്ടി കൂടി ഇപ്പോൾ എളമക്കരയിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ. പ്രജിൻ, മമ്മൂട്ടിയും ഭാര്യയും ഇപ്പോൾ എളമക്കരയിലെ മോഹൻലാലിൻ്റെ വീട്ടിലെത്തി. മോഹൻലാലിൻ്റെ ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരാൻ ഇപ്പോൾ മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തു കൂടിയാണ് ഇച്ചാക്ക എന്ന് മോഹൻലാൽ എപ്പോഴും വിളിക്കുന്ന മമ്മൂട്ടി ഇപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ ഭാര്യയും രമേഷ് പിഷാരടി, കൂടാതെ മമ്മൂട്ടിയുടെ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് ഇരുവരും എത്തിയത്. എന്തായാലും മോഹൻലാലിൻ്റെ വീട്ടിനകത്ത് ഇപ്പോൾ മമ്മൂട്ടി കയറിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ ഈ ദുഃഖത്തിലൊപ്പം മമ്മൂട്ടിയും പങ്കുചേരുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മോഹൻലാലിൻ്റെ അമ്മയുടെ സംസ്കാര ചടങ്ങ് നാളെ തിരുവനന്തപുരത്ത് വെച്ചാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെ എളമക്കരയിലെ വീട്ടിൽ അദ്ദേഹത്തിന് ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും തന്നെ കാണാനുള്ളൊരു അവസരം ഇവിടെയുണ്ട്. അതിനുശേഷം രാത്രി തന്നെ തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 14 വർഷമായി മോഹൻലാലിൻ്റെ അമ്മ ഇത്തരത്തിൽ രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. 3 മാസം മുൻപാണ് രോഗം മൂർച്ഛിച്ചത്. അതോടൊപ്പം തന്നെ മോഹൻലാൽ കഴിഞ്ഞ ഏതാനും നാളുകളിൽ തന്നെ കൊച്ചിയിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അമ്മയുടെ ഈ ഒരു അസുഖത്തെ തുടർന്ന് മോഹൻലാൽ ഇപ്പോൾ കൊച്ചിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിയോഗ സമയത്ത് മോഹൻലാൽ പിന്നീട് ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. മോഹൻലാലും അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ ഭാര്യയും ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ തന്നെ കണ്ടിരുന്നു. സിനിമാ രംഗത്തെ മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ മേജർ രവി ഉൾപ്പെടെയുള്ള മോഹൻലാലിൻ്റെ സിനിമാ മേഖലയിലെ സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേർ ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിനകത്തുള്ള ദൃശ്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീട്ടിലേക്ക് മമ്മൂട്ടി, അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90 വയസ്സായിരുന്നു ശാന്തകുമാരിക്ക്. മോഹൻലാലിൻ്റെ സിനിമകളിലൂടെ നമ്മൾ എത്രത്തോളം മോഹൻലാലിനെ സ്നേഹിച്ചോ അത്രത്തോളം നമ്മൾ മോഹൻലാലിൻ്റെ അമ്മയും മോഹൻലാലിൻ്റെ അഭിമുഖങ്ങളിലൂടെ നമ്മൾ ആ മോഹൻലാലിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ സ്നേഹിച്ചിരുന്നു. അത്രത്തോളം മാതൃസ്നേഹം എപ്പോഴും മോഹൻലാലിൻ്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. വാതോരാതെ മോഹൻലാലിൻ്റെ ഈ ഒരു സ്നേഹത്തെക്കുറിച്ച് എപ്പോഴും അമ്മയും പലപ്പോഴും പല അഭിമുഖങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട്. മോഹൻലാൽ ഏത് നേട്ടത്തിൻ്റെ നെറുകയിലെത്തിയാലും പിറന്നാൾ ദിനത്തിലും മോഹൻലാൽ ഈ വീട്ടിൽ വന്ന് അമ്മയോടൊപ്പമാണ് സമയം ചെലവഴിക്കാറ്. കഴിഞ്ഞ 2-3 മാസം മുൻപ് മോഹൻലാൽ ഇത്തരത്തിൽ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന നിമിഷം മാധ്യമങ്ങൾക്കും അത് ആ ഒരു വാർത്ത നമുക്ക് കവർ ചെയ്യാനുള്ളൊരു അവസരം മോഹൻലാൽ തന്നിരുന്നു. അത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ശേഷമാണ് മോഹൻലാൽ ഇവിടെ വന്ന് അമ്മയോടൊപ്പം സമയം ചെലവഴിച്ച് അതിനുശേഷം മോഹൻലാലിൻ്റെ അമ്മ ഈ അമ്മയോടൊപ്പം സമയം ചെലവഴിച്ച ശേഷം ഇവിടെ വെച്ചായിരുന്നു മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അങ്ങനെ എപ്പോഴും മോഹൻലാൽ വളരെ സന്തോഷത്തോടെ ആ ഒരു നിമിഷത്തെ ഓർത്തെടുക്കാറുണ്ട്. പക്ഷേ ഒരു ദുഃഖം മോഹൻലാൽ ഇതിനിടയിൽ ചില അഭിമുഖങ്ങൾ പങ്കുവച്ചത്, അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രം അത് അമ്മയെ കാണിക്കാൻ സാധിച്ചിട്ടില്ല, തിയേറ്ററിൽ കൊണ്ടുപോയി അമ്മയെ കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു ദുഃഖം അദ്ദേഹം പങ്കുവെച്ചെടുക്കും. കാരണം അമ്മ രോഗാവസ്ഥയിലായിരുന്നു. അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി 3D കണ്ണട വെച്ച് സിനിമ കാണിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല എന്ന ദുഃഖം മോഹൻലാൽ പല അഭിമുഖങ്ങളിലും പങ്കുവച്ചിരുന്നു. അങ്ങനെ എപ്പോഴും മോഹൻലാൽ ഈ അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ ഒരു മാതൃസ്നേഹം പ്രകടമായിരുന്നു. മാതൃദിനത്തിലും പിറന്നാൾ ദിനത്തിലും അദ്ദേഹം അമ്മയെക്കുറിച്ചുള്ള എഴുത്തുകൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ പങ്കുവച്ചിരുന്നു. അങ്ങനെ മോഹൻലാലിനെ എത്രത്തോളം മലയാളികൾ ഇഷ്ടപ്പെടുന്നു അത്രത്തോളം നമ്മൾ ഈ മോഹൻലാലിൻ്റെ അമ്മയും എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം വട്ടപ്പൊട്ടും അതോടൊപ്പം തന്നെ വീൽ ചെയറിൽ ഇരിക്കുന്ന മോഹൻലാലിൻ്റെ അമ്മയോടൊപ്പമുള്ള മോഹൻലാൽ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. അത് ഏറെ സ്നേഹത്തോടു കൂടിയാണ് മലയാളികൾ ആ ചിത്രം
ഏറ്റെടുത്തത്. അതിനുശേഷം പിറന്നാൾ ദിനം വലിയ ആഘോഷമായി തന്നെയാണ് ഇവിടെ കൊണ്ടാടിയത്. വളരെ അടുത്ത സുഹൃത്തുക്കളൊപ്പമായിരുന്നു ആ ഒരു നിമിഷം മോഹൻലാൽ ചിലവഴിച്ചെങ്കിൽ പോലും അത് ആഘോഷമായി തന്നെ മോഹൻലാൽ പീഡാചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആ ഒരു ദുഃഖ വാർത്ത നമ്മളെ ആകെ തേടിയെത്തിയത്. ആ സമയത്ത് മോഹൻലാലും മോഹൻലാലിന്റെ ഭാര്യയും ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും സംസ്കാര ചടങ്ങ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിശ്ചയിച്ചു. നാളെ തിരുവനന്തപുരത്ത് വെച്ചാണ് സംസ്കാര ചടങ്ങ്. വൈകിട്ട് ഇവിടെ നിന്ന് ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് നാളെ രാവിലെ സംസ്കാര ചടങ്ങ് നടത്തുമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തുക്കളൊക്കെ തന്നെ ഇപ്പോൾ പങ്കുവച്ച വിവരം. എന്തായാലും കൂടുതൽ സിനിമാ രംഗത്തെ ആളുകളൊക്കെ തന്നെ എളമക്കരയിലെ ശ്രീ ഗണേഷ് എന്ന ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രജിൻ, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിതിൻ, തുടരുക. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന അല്പസമയം മുൻപാണ് മമ്മൂട്ടി മോഹൻലാലിന്റെ എളമക്കരയിലെ വീട്ടിൽ എത്തിയത്. തന്റെ പ്രിയ സുഹൃത്തിന്റെ അമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞാണ് ആ ദുഃഖത്തിൽ പങ്കുചേരാനായി മമ്മൂട്ടി കുടുംബസമേതം, ഒപ്പം ഭാര്യയുമുണ്ട്, മറ്റ് സിനിമാ പ്രവർത്തകരും ഒക്കെയുണ്ട്. മമ്മൂട്ടിയുടെ ഇപ്പോൾ എളമക്കരയിലെ മോഹൻലാലിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ മമ്മൂട്ടി എത്തിയിരിക്കുന്നത്. നേരിൽ കണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേരുക എന്നതാണ് മമ്മൂട്ടി, അതിനുവേണ്ടിയാണ് മമ്മൂട്ടി അവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. തിരുവനന്തപുരത്ത് വെച്ചാണ് സംസ്കാരം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിതിൻ തുടരുന്നുണ്ട്. നിതിൻ, ഈ പൊതുദർശനം അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ? ഇവിടെ ഇപ്പോൾ കൂടുതലായി ആളുകൾ അങ്ങോട്ടേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എളമക്കരയിലെ ഈ വസതിയിലേക്ക് ഇപ്പോൾ അത്രമാത്രം വലിയൊരു ആൾക്കൂട്ടമൊക്കെ അവിടെ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? അതിൻ്റെയൊക്കെ വിവരങ്ങൾ എന്താണ്? അത്തരം പൊതുദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, എന്തായാലും മോഹൻലാലിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ ആളുകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം വർഷങ്ങളായി താമസിച്ച വീടാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അടുത്ത സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ അമ്മയെ സ്നേഹിക്കുന്ന അടുത്ത ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയെ കാണാനായി നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. സിനിമാ രംഗത്തെ മാത്രമല്ല സാധാരണക്കാരായ ആളുകളും അദ്ദേഹത്തിന്റെ അമ്മയുടെ ഒരു വിയോഗമറിഞ്ഞ് ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ രംഗത്തെ പ്രമുഖരും ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈകിട്ട് വരെ ഈ ഒരു മൃതദേഹം ഇവിടെ തന്നെ ആളുകൾക്കൊക്കെ തന്നെ കാണാനുള്ള അവസരം ഇവിടെ ഉണ്ടാകുമെന്നാണ് ആന്റണി പെരുമ്പാവൂർ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് രാത്രിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം കൊണ്ടുപോകും. നാളെ രാവിലെ തിരുവനന്തപുരത്ത് വെച്ചാകും സംസ്കാര ചടങ്ങ്. അങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ വീട്ടിലേക്ക് നടത്തി വരികയാണ്. അല്പസമയത്തിനും തന്നെ കൂടുതൽ ആളുകൾക്ക് കാണാനുള്ള അവസരം ഇവിടെ സൗകര്യം ഇവിടെ ഒരുക്കി കൊടുക്കാൻ ഉള്ളൊരു നടപടിക്രമങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ഈ മോഹൻലാലും അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും മാത്രമാണ് ഇപ്പോൾ വീട്ടിനകത്തുള്ളത്. ഓരോരുത്തരും ഇപ്പോൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെ, മോഹൻലാലിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തന്നെ മോഹൻലാലിന്റെ അമ്മയെ മോഹൻലാലിന്റെ വാക്കുകളിലൂടെ കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളുകളുമുണ്ട്. മോഹൻലാലിന്റെ അമ്മയെക്കുറിച്ച് വാക്കുകളിലൂടെ മാത്രം കേട്ടറിഞ്ഞ ആളുകളൊക്കെ ഉണ്ടായും. അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനമായി ഒരു നോക്ക് കാണാനായ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എളമക്കരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.